ഹലോ ഫ്രണ്ട്സ്, റിയൽ സൂ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അതിൻ്റെ മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. റിയാദിലെ മലാസിൽ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സൂ ആണിത്. 1957 സൗദി റോയൽ ഫാമിലിക്ക് വേണ്ടിയാണ് ആക്ച്വലി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 1987 ആയപ്പോഴത്തേക്കും അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. എല്ലാ ഫ്രൈഡേയ്സിലും ഉച്ചയ്ക്ക് 1 മണി മുതലാണ് എൻട്രി ഉള്ളത്. ഒരു 5:30 വരെയൊക്കെ നമുക്ക് അതിനുള്ളിൽ ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ഡേയ്സിൽ ടൈം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അത് വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മോള് എനിമൽസിൻ്റെ ഒക്കെ ഫോട്ടോ കണ്ടാൽ ഇപ്പം ഐഡൻറ്റിഫൈ ചെയ്യും, അവൾ പറയും ഏതാണെന്നൊക്കെ. അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് നേരിട്ട് എനിമൽസിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. ചിലതിനൊക്കെ കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പിന്നെ തീരെ അറിയാത്ത എനിമൽസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്കും പേരറിയാത്തൊക്കെ എനിമൽസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1000 സംതിങ് എനിമൽസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. വെബ്സൈറ്റിലൊക്കെ അങ്ങനെയാണുള്ളത്. ചൂടായതുകൊണ്ട് എനിമൽസൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ പോയിരിക്കുന്നുണ്ട്. എല്ലാ കേജിൻ്റെ ഉള്ളിലും ഇതേപോലെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു തണലൊക്കെ അവർക്ക് കിട്ടും. പിന്നെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ നമ്മൾ ആനേനെ കണ്ടപ്പം ഈ ആന എന്താ ഈ കളറ്? സാധാരണ കാണുന്ന ആനയ്ക്ക് കറുത്ത കളറാണല്ലോ, ഈ ആനയ്ക്കൊരു മൺകളറായിരുന്നു. അവൻ ചൂട് കൊണ്ട് മണൽ വാരി എറിഞ്ഞതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതായിരിക്കും. അപ്പം നമ്മളിങ്ങനെ കുറച്ച് വണ്ടടിച്ച് നോക്കി നിന്ന് പോയി. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവർ ബാഗൊക്കെ ചെക്ക് ചെയ്യും. അതായത് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല. ഈ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഞങ്ങൾ മോൾക്ക് കഴിക്കാൻ വേണ്ടി പഴമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കയറുന്ന വഴിയിൽ അവരവിടെ വാങ്ങി വെച്ചു. നമ്മൾ അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മൃഗങ്ങൾക്ക് അങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ കാണുമ്പോഴത്തേക്കും ഇവരൊക്കെ ഇങ്ങനെ അടുത്തേക്ക് വരും കേട്ടോ. അനിമൽസൊക്കെ അടുത്തേക്ക് വരും, എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതിൽ എക്സ്പെക്ട് ചെയ്തിട്ട് അവരിങ്ങനെ അടുത്തേക്ക് വരും. അപ്പോൾ പാവം തോന്നും, എന്തെങ്കിലും കൊടുക്കാൻ തോന്നും. പക്ഷേ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവിടെ ഫുഡ് പാക്കറ്റിലാക്കി വെക്കും. അപ്പോൾ നമുക്കത് വാങ്ങിയിട്ട് ഈ അനിമൽസ് കഴിക്കുന്ന ഈ ഇലകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കൊടുക്കാം. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഫുഡ് കൊടുക്കാൻ അവർ സമ്മതിക്കില്ല. മോളാ ഗ്രില്ലിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ കുറേ ആളെ കണ്ടപ്പോൾ വലിയ ഷോഫായി. അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവാം എന്നൊക്കെ വിളിച്ചപ്പം ആൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല, എടുക്കാനൊന്നും സമ്മതിച്ചില്ല. പിന്നെ 2 കരടികളെ കണ്ടു. അവരിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക, നല്ല ചൂടല്ലേ. അപ്പം ആ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നതാണ് നല്ല ക്യൂട്ടായിട്ട് തോന്നി. പക്ഷേ കയറുന്ന അത്ര ക്യൂട്ടൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് സെക്യൂരിറ്റീസ് നമ്മളിങ്ങനെ കുറച്ച് പുറകോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം കരടിയില്ലേ, അത് കയറി വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ബാക്കോട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ പൊക്കി പിടിച്ചാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് കിട്ടിയില്ല. എന്നാലും എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വീഡിയോയിലും കൂടെ ആഡ് ചെയ്തു. അന്ന് സംഭവിച്ച ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നെ ജിറാഫിനൊക്കെ നമുക്ക് ആ ഒരു ഇതിൻ്റെ മുകളിൽ കയറിയാൽ അടുത്തുനിന്ന് കാണാം. അവർക്ക് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യാം. സീബ്രയ്ക്കും ജിറാഫിനൊക്കെ ഒരു ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നേരിട്ട് ഫുഡ് കൊടുക്കാം. ആ ഫുഡ് പക്ഷേ നമ്മൾ വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറാൻ പറ്റുമോ എന്നുള്ളതിൽ അവിടേക്ക് പോയപ്പം ആണ് മനസ്സിലായത് ഇങ്ങനെ ഫുഡ് വാങ്ങിച്ചാലേ കയറാൻ പറ്റുള്ളൂ എന്ന്. ആ സമയത്താണ് ഒരു സൗദി സിറ്റിസൺ കുറച്ച് കുട്ടികളായിട്ടൊക്കെ തിരിച്ചിറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളെ കണ്ടപ്പം ഈ ഫുഡ് ബാക്കി ഉണ്ടായിരുന്ന കവറിലുള്ള ഫുഡ് ഞങ്ങൾക്ക് തന്നു, അവളെ കൈ കൊടുത്തു. അവർ ആ കവർ മോളെ നേരെ നീട്ടിയപ്പോൾ മോളത് വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ വാങ്ങണ്ടോ എന്നായിപ്പോയി. പക്ഷെ മോള് വാങ്ങിയതുകൊണ്ട് പിന്നെ ഞങ്ങൾ താങ്ക്സ് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജിറാഫിന് ഫുഡ് കൊടുക്കാനും ജിറാഫിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ആ നാവ് നീട്ടിയിട്ട് പിടിക്കാൻ വരുന്നത്, തൊപ്പിയൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്നതൊക്കെ. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു ഇനിയെങ്ങാനും അങ്ങനെ വരുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ മോളോട് പറയുന്നുണ്ട് എന്തോ ദൂരേക്ക് വെച്ചോ. പക്ഷെ ഒന്നും ചെയ്തില്ല. അത് കയ്യിലിങ്ങനെ പിടിച്ചു കൊടുത്തപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോയി. അവിടെ ഈ സീബ്രേനെയും ജിറാഫിനെയും കൂടെ ഒരുമിച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംശയം പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ ഒരുമിച്ചിട്ടത്? സാധാരണ വേറെ എവിടെയും അങ്ങനെ കണ്ടില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ 2 സ്പീഷീസിനെ അങ്ങനെ ഇട്ടത് ഞങ്ങൾ കണ്ടില്ല. അപ്പം ഇവരെന്താണ് ഉയരം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തരാണ്. എന്നിട്ട് അവരെന്താ ഇങ്ങനെ ഒരുമിച്ചിട്ടത് ഞങ്ങൾക്കൊരു അത്ഭുതം തോന്നി. ഈ കാണുന്നത് ടൈഗറിൻ്റെ ഏതോ ഇനത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. കറക്റ്റ് പേരൊക്കെ നമ്മൾ അവിടെ നിന്ന് വായിച്ചെങ്കിലും പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഇതുപോലൊരൊട്ടകത്തിന് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഫോട്ടോയിൽ പോലും ഞാൻ ഇങ്ങനെ ഇത്രയും ഭീകരമായ രൂപത്തിൽ കണ്ടിട്ടില്ല ഒട്ടകത്തിനെ. എന്താണ് ഇങ്ങനെയെന്ന് അറിയില്ല. ചിലപ്പോൾ പ്രായം കൂടിയ ഇതായതുകൊണ്ടാണോ എന്നറിയില്ല. അതുകൊണ്ടായിരിക്കണം ചിലപ്പം ഇങ്ങനെയായിരുന്നു ഒട്ടകം ഉണ്ടായിരുന്നത്.
ആദ്യമായിട്ട് കാണുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് മോളെ കാണിച്ചു കൊടുത്തു. ഇതാണ് കെമ്മലി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ റൈറ്റ് സൈഡിൽ പോകുന്നതിന് മുമ്പെയാണ് കേട്ടോ ഞങ്ങൾ സൂവിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ആദ്യമായിട്ടാണ് ഒട്ടകത്തിനെ കാണുന്നത്. പിന്നെ ഞാൻ ഇതുവരെ കാണാത്തൊരു അനിമലായിരുന്നു കങ്കരു. നമ്മുടെ നാട്ടിലൊന്നും കങ്കരൂസിനെ കാണാൻ കിട്ടില്ലല്ലോ. അങ്ങനെ അവിടുന്ന് ആദ്യമായിട്ട് അന്ന് കങ്കരുവിനെ കണ്ടു. കങ്കരൂസിൻ്റെ കമ്പനിയായിട്ട് കുറേ കാക്കകളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പുറത്തൊന്നും അങ്ങനെ ഞാൻ ഇതുവരെ കാക്കകളെ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനുള്ളിൽ എത്തിയപ്പം ഞാൻ കാക്കേനെ കണ്ടു കങ്കരുവിൻ്റെ കൂടെ. പിന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന കീരിയും കുറുക്കനും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എപ്പോഴത്തെയും പോലെ ഫോട്ടോസ് എടുക്കാൻ നോക്കിയിട്ട് ഇവമ്മോട് നിന്ന് തന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ വീഡിയോയിൽ സംതൃപ്തരായി. പുറത്തിറങ്ങാൻ ഏകദേശം ടൈം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി ബാക്കിയുള്ളതൊന്നും മിസ്സായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡ് കൂട്ടി നടക്കാൻ തുടങ്ങി. ഒരുപാട് വെറൈറ്റി കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. ഇത്രമാത്രം കുരങ്ങന്മാരെ നമ്മുടെ നാട്ടിലൊന്നും ഞാൻ സൂലൊന്നും കണ്ടിട്ടില്ല. ഇവിടെ എന്തൊക്കെയോ പല വെറൈറ്റീസ് ഓഫ് കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. നാട്ടിൽ ഞാനങ്ങനെ ഗ്ലാസ് കേജിൻ്റെ ഉള്ളിലൊന്നും അനിമൽസിനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇവിടെ അധികം ഗ്ലാസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാം. പക്ഷേ എന്നാലും ചെറിയൊരു പേടി ഉണ്ടാവും. ഗ്ലാസ് പൊട്ടുമൊന്നും ഇല്ലെങ്കിൽ കൂടെ ഒരു പേടി ഉള്ളിലുണ്ടാവും. എല്ലാവരും ഒരുമാതിരി നാഗവല്ലി സ്റ്റൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഏരിയ, ഒരു ഫാം ടൈപ്പ് സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ. അതായത് നമ്മുടെ കോഴി, താറാവ്, ആട്, പശു, ചെറിയ കുഞ്ഞി പശു ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫാം ഏരിയ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവർ ക്ലോസ് ചെയ്തു. കാരണം പുറത്തിറങ്ങേണ്ട ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ആളുകൾ പുറത്തിറങ്ങില്ലല്ലോ, പിന്നെ ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് അവർ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് തത്തകളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ തത്തകളും അല്ലാതെ എന്താ പറയുക, പഞ്ചവർണ്ണ തത്ത, അങ്ങനത്തെ ടൈപ്പ് തത്തകളുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുരങ്ങന്മാർ തന്നെയായിരുന്നു കൂടുതലും. കണ്ട് മടുത്തോട്ട്. സത്യം പറഞ്ഞാൽ തത്തയും കുരങ്ങന്മാരും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കണ്ടപ്പോൾ മടുത്തുപോയി. ഇതിനുള്ളിൽ കുറേ മുതലുകളുണ്ട് തോന്നുന്നു. പക്ഷേ ഒന്നിനെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. പിന്നെ അതിനെ മാത്രം അവിടെ നോക്കിയിരുന്നു. കൂടുതൽ ചുറ്റാനുള്ള നേരമില്ലാത്തതുകൊണ്ട് അതിനെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ വേറൊരു ഭാഗത്തേക്ക് പോയി. അപ്പോൾ അവിടെ മയിലിനെ കണ്ടു. ലാസ്റ്റിലേക്ക് തീരാനുള്ളൊരു ഭാഗത്താണ് ഈ ഒരു ഫൗണ്ടെയിനൊക്കെ വരുന്നത്. അവിടുന്ന് കുറച്ച് നേരം ആ ഫൗണ്ടെയിനൊക്കെ കണ്ട് അവിടെ നിന്നു. പിന്നെ 5:30 ആയപ്പോഴത്തേക്കും സെക്യൂരിറ്റീസ് പുറകെ വരാൻ തുടങ്ങിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരു 5-6 ആൾക്കാർ വന്നിട്ട് പല ഭാഗത്തുനിന്നും നമ്മുടെ പുറത്തേക്ക് പോയിക്കോളാൻ പറയും. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആൾക്കാരെയും പുറത്തേക്ക് ആക്കുന്ന ഒരു സീനാണിത്. ഒരു 6 മണീൻ്റെ ഉള്ളിൽ, അതായത് 6 മണി കഴിയാൻ അവർ കാത്തിക്കില്ല. 5:30 ആകുമ്പോൾ നമ്മളോട് പുറത്തേക്ക് പോയിക്കോളാൻ പറയും. അങ്ങനെ നടന്ന് തന്നെ ഞങ്ങൾ ഈ പുറത്തേക്ക് ഇറങ്ങി.